പാളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വിരൽ കയറ്റിയിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ച് പിടിവിടുന്നില്ല. കുഞ്ഞുങ്ങൾ പിടിച്ചണക്കെ ഒന്നും വിടുന്നില്ല. പക്ഷെ അന്നങ്ങ് അവൻ മരിച്ചിരുന്നെങ്കിൽ ഈ അമ്മയുടെ ഫ്രീ ആയ അന്നത്തെ രാത്രിയിലത്തെ കരച്ചിലെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഇവരാരും അറിഞ്ഞിട്ടില്ല. അമിതമായി ഭാര്യയെ സ്നേഹിച്ചു പോയി. അമിതമായി സ്നേഹിച്ചു. ബോഡി കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ കെട്ടി മൂടിക്കൊണ്ടുവന്നല്ലേ ബോഡി. ജനശതാബ്ദി എക്സ്പ്രസിന്റെ ഡ്രൈവർ ആ കാഴ്ച കണ്ടു. രണ്ടുപേർ കണ്ണുകളടച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പലവട്ടം ഹോൺ മുഴുക്കിയിട്ടും അവർ കേട്ട ഭാവമില്ല. ഞൊടി നേരം കൊണ്ട് ആ മനുഷ്യ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി. ആ ശരീരങ്ങൾ ഒരു അമ്മയുടെയും മകൻ്റെയുമായിരുന്നു. കിലോമീറ്ററുകൾ താണ്ടിയാണ് വസന്ത എന്ന 65-കാരിയും മകൻ 47-കാരൻ ശ്യാമും ഈ ആളൊഴിഞ്ഞ റെയിൽപാളത്തിനരികിലെത്തിയത്. ഒരു വിധത്തിലും രക്ഷപ്പെടാതിരിക്കാൻ അവർ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു. ആ അമ്മയും മകനും എന്തിന് ഇങ്ങനൊരു തീരുമാനം എടുത്തു? അവരെ ഇതിന് പ്രേരിപ്പിച്ചത് ആരാണ്? ശ്യാമിൻ്റെ നാട്ടുകാർ തന്നെ പറയട്ടെ. പയ്യൻ്റെ കോള് വരുന്നു, ഇതിനെണ്ണ ഓടി വാ പപ്പ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടിയെന്ന്. അങ്ങനെ പിള്ളേർ അവിടുന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അമ്മ പുറകെ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ചങ്ങല എടുത്തുകൊണ്ട് വണ്ടി റോഡിൻ്റെ അടുക്ക് വെച്ചിട്ട് ഇമാരങ്ങ് പോയി. എന്നുവെച്ചാൽ ഇവരെ കണ്ടുകൊണ്ട് കക്ഷി നേരെ അങ്ങ് പാളത്തേക്കൂടെ അങ്ങോട്ട് ഓടി. അന്നേരം ഓടിയപ്പം പിള്ളേർ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കുന്നു, പപ്പ വണ്ടി റോഡിൽ ഇരിക്കുക, ഫോണും ഉണ്ട് അതിനകത്ത്, ഓടി വന്നതങ്ങ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇയാളും ഞാനിവിടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു സമാധാനമില്ല. കാരണം 2 പിള്ളേർ അമ്മയുണ്ട്, വേറെ ഇവർ 2 പിള്ളേരും ഉണ്ട്. കാരണം പിടിവല്ലി വല്ലതും ഉണ്ടായി ട്രെയിൻ പളത്തി വീണാലോ. അങ്ങനെ ഞാൻ കൂടെ ഓടി വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒരു വണ്ടിയായിട്ട് ഞാൻ അങ്ങ് ചെന്നപ്പം അവിടെ ചെന്ന് പറപ്പുള്ളി വീടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര കുഴി, അവിടെ ഇറങ്ങാൻ പറ്റില്ല. കറങ്ങി ചെന്നപ്പം കക്ഷി ഇങ്ങനെ കിടക്കുമല്ല, പാളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വിരൽ കയറ്റിയിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ച് പിടിവിടുന്നില്ല. കുഞ്ഞുങ്ങൾ പിടിച്ചണക്കെ ഒന്നും വിടുന്നില്ല. ട്രെയിൻ വരാനുള്ള സമയമായി ഓരോ ഇങ്ങനെ വന്നില്ല, എന്തോ ഭാഗ്യം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അങ്ങ് വിയർത്ത് കുളിച്ച് ആൾ കരഞ്ഞുകൊണ്ടേ. രാത്രി ഒരു 1:30 കഴിഞ്ഞ് കാണും. അന്നേരം ഞാൻ പറഞ്ഞ്, ശ്യാമേ മോനെ ഞാൻ വിളിച്ച് സമാധാനപ്പെടുത്തി ഉമ്മയൊക്കെ കൊടുത്ത് ഒറ്റ പിടിവിടുന്നില്ല. ഞാൻ പിന്നെ ഇക്കളാക്കിയിട്ട് പിടിവിട്ട് ആളെ പിന്നെ പിള്ളേരെല്ലാം കൂടെ പിടിച്ച് വണ്ടി കയറ്റി ആളെ ഇവിടെ കൊണ്ടുപോയി. പക്ഷെ അന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അന്ന് മരണം ഉറപ്പാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് 2:30 ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതുവരെ ആളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഒരു ആത്മഹത്യക്കുള്ള ആളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ഫാമിലി പ്രശ്നമൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എന്നെ ആർക്കും വേണ്ട. പിന്നെ എൻ്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അഭിമുഖീകരിക്കാൻ ആരും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. വൈഫ് അത് ഫാമിലി വിഷയമായിട്ട് എന്തോ കേസ് കൊടുത്താ അതൊന്നും ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ രാത്രിയിൽ സംഭവിച്ച മക്കൾ പോയത് കൊണ്ട് ഞാൻ അറിഞ്ഞത്. അങ്ങനെ 2:30 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അവനെ സമാധാനപ്പെടുത്തി 4 മണിക്ക് അമ്മ ഒരുങ്ങണം, നമുക്ക് എറണാകുളത്ത് പോവാം, ഇങ്ങനെ പറയുന്നത് കേട്ടത് കൊണ്ട് സമാധാനത്തോടാണ് ഞാൻ പോയത്. അന്ന് ഈ പിന്നെ എടുത്ത തീരുമാനമാണ് അമ്മയും കൊണ്ട് പോകണമെന്നുള്ളത്. അമ്മയും കൊണ്ട് പോയി. പിന്നെ തീരുമാനം രാത്രി എടുത്ത തീരുമാനം. അമ്മയെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് രാവിലെ പോകാം. അമ്മ ഇവിടെ മനസ്സ് മാറിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു, അപ്പോൾ ശ്യാമയെ പോകണം. പോടാ ധൈര്യമായിട്ട് എന്നെ മോനെന്ന് വിളിക്കാം. എന്നൊക്കെ ഇളയതാ, 1 വയസ്സിന് ഇളയതോ 2 വയസ്സിന് ഇളയതാ. ഞങ്ങളൊന്ന് ഒന്നിച്ച് നടന്നതാ. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കുന്നവനാ എവിടെ പോയാലും. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഞാൻ ഒത്തിരി നാളിന് ശേഷം ഞാൻ കാണുന്നതും എന്നാണ്. അപ്പോൾ നിങ്ങൾ യാത്ര പറഞ്ഞ് പോയി ഞങ്ങളങ്ങ് പോയി. വെളുപ്പിനെ പോയി എന്നാ ഞാൻ അറിയുന്നത്. 4 മണിക്കുള്ള ട്രെയിനാണ്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കാണുമായിരിക്കും എന്തായാലും അവിടെ സംഭവിച്ചത്. അമ്മയുടെ അടുത്ത് പറയാം, ഞങ്ങളോട് അമ്മ പറയുന്നുണ്ട്, മോനെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അവനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ആളിച്ചിരി അഴിഞ്ഞു വന്നു. അന്നേരമാണ് ഇത് പറയുന്നത്, അമ്മ ഒരുങ്ങ് മോനെ വിഷ്ണു, നീ ഒരുങ്ങടാ, നമുക്ക് രാവിലെ പോകാം. അവൻ പറഞ്ഞു, അപ്പം അവൻ എന്തോ ബുദ്ധിമുട്ട് പോലെ പറഞ്ഞു, പഠിത്തത്തിൻ്റെ കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ ചുമ്മാ ഒന്ന് പോയിട്ട് വാ, ജസ്റ്റ് ഒന്ന് പോയിട്ട് നീ ഇനി പോരുന്നാൽ മതി. മനസ്സിലിരിപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ. വിഷ്ണു മകൻ അവനെ കൂട്ടിക്കൊണ്ട് പോയതുമില്ല. അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ കൊണ്ടാക്കി, ഇവിടം വരെ കൊണ്ടാക്കി. എന്നാൽ ഞാൻ അവിടെ ചെന്നിട്ട് തീരുമാനമായിരിക്കും അമ്മയും കൂടെ കൂട്ടാന്നായിരിക്കാം. എനിക്കൊന്നും അറിയാൻ വയ്യ, അതെന്നെ ഒരു പിടിയുമില്ല. ഇത് രാത്രി 2:30 വരെയുള്ള സംഭവം ഇത് ഉറപ്പിത് തന്നെ. കാരണം ഈ 4 പിള്ളേരും ഉണ്ട്, ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഈ വൈബും. പക്ഷെ എന്തായാലും പുള്ളി അത്രയും മനസ്സിൽ താങ്ങാനൊക്കാത്ത വിഷയമായിരിക്കും അല്ലേ? ആയിരിക്കും. നമുക്കറിയത്തില്ലല്ലോ, എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ. അതൊരു ഫാമിലി വിഷയം. അതെന്തോ നമുക്ക് അവർക്ക് കൂട്ടിയത് ഭയങ്കര കഷ്ടമായി പോയില്ലേ? അത് വല്ലാത്തൊരു. പക്ഷെ അന്നങ്ങ് മരിച്ചിരുന്നെങ്കിൽ ഈ അമ്മയുടെ ഫ്രീ ആയാനെ. പിന്നെ ഞാനിവിടെ വന്നിട്ട് മിണ്ടാതെ പോയാൽ എൻ്റെ അടുത്ത് നിനക്കെന്താണ് എത്ര കേമ, നീ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നതെന്ന് ചോദിക്കും. പിന്നെ ഭയങ്കര പഞ്ചപാവം. അവരെ കൂട്ടിയതോടെ നിങ്ങൾക്ക് ഭയങ്കര വിഷം കുറച്ചും കൂടെ അല്ലേ? ഞങ്ങൾക്ക് അവന് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ എവിടെ പോയാലും ഞങ്ങൾ ഒരു മിറ്റായിരുന്നു. എവിടെങ്കിലും അവന് പോകണമെങ്കിൽ ഒരു മീൻ മേടിക്കണമെങ്കിൽ എന്നെയും വിളിച്ചോണ്ടേ പോകത്തോളായിരുന്നു. ഈ അമ്മയും മോനും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഭയങ്കര സ്നേഹം, നല്ല സ്നേഹം. ഈ ഉത്രാടത്തിൻ്റെ അന്ന് അവൻ ഇവിടെ ഫസ്റ്റ് ദിവസം വരുന്നെന്ന് ഈ മരിക്കുന്നതിൻ്റെ വഴക്കിടുന്നതിൻ്റെ തലേന്ന് ഞാൻ കണ്ട്. ഇങ്ങനെയാണ് ഞാൻ കയറി ചെന്നപ്പം ദോശ ചുട്ട് കൊടുക്കുന്നു.
മകന് ചമ്മന്തിയും സാമ്പാറും കൊടുക്കുന്നു, ഇയാൾ അതിൽ മുക്കി തിന്നുന്നു, എൻ്റെ കൊച്ചുമുക്കും അതിലൊരു പങ്ക് കൊടുത്തു. എന്തായാലും ഇനി ഒരു വിധത്തിൽ ആരും രക്ഷപ്പെടുത്തിരുന്ന് വിചാരിച്ചായിരിക്കും ഇത്രയും ദൂരത്തേക്ക് പോയതല്ലേ? ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഇവർ എറണാകുളത്ത് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകണമെന്നും പറഞ്ഞാൽ അമ്മ അത് വിശ്വസിച്ച് മോൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിയതായിരിക്കും. അത് അവസാനത്തെ യാത്രയല്ലേ? സഹിക്കാനൊക്കത്തില്ല. നിങ്ങൾ കണ്ടായിരുന്നു ബോഡി ഉണ്ടായിരുന്നോ? ഞാൻ വന്ന് പിന്നെ അവിടെ നിന്നിട്ടാ പോയത്, നമുക്ക് കാണാനൊന്നും ഇല്ലല്ലോ. ഞാൻ കണ്ടതില്ല, ബോഡി കണ്ടില്ല. പക്ഷേ അന്നത്തെ രാത്രിയിലത്തെ കരച്ചിലെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്, ഇവരാരും അറിഞ്ഞിട്ടില്ല. ഭയങ്കര കരച്ചിലായി പോയി. ഭയങ്കര കരച്ചിൽ. അന്ന് ആ റെയിൽവേ പാളത്തിലും വീട്ടിലും അവൻ്റെ ആ സങ്കടം മൊത്തം, തള്ളയുടെ സങ്കടവും ഞങ്ങൾ രാത്രി കണ്ടതാ നേരിട്ട്. അമ്മയും കൂടി കരഞ്ഞായിരുന്നു? പിന്നെ നല്ലപോലെ കരഞ്ഞു. മോൻ്റെ സങ്കടം കണ്ട് അവർക്ക് പേടിയായിരുന്നു മരിക്കുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മരണം. ഇപ്പോൾ അമ്മയും മകനും കൂടി ട്രെയിൻ മുമ്പ് ചാടി ചാവുമെന്നുള്ള ഒരു ഭീകര സംഭവമായിപ്പോയില്ലേ? ബോഡിയൊക്കെ കണ്ടായിരുന്നോ? ബോഡി കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ, കെട്ടി മൂടിക്കൊണ്ടുവന്നില്ലേ ബോഡി. നമുക്ക് ചിതറിപ്പോയെന്നാ പറയുന്നത്. അല്ല, കേട്ടിടത്തോളം വെച്ച് ബോഡിയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും? ബോഡി പീസാന്ന് പറഞ്ഞത്. നമ്മുടെ ഓച്ചറ സ്റ്റേഷനിലുള്ള ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മയുണ്ട്, ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ അവർക്കെല്ലാം മോണത്തോട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു ഇത് ബോഡി കാണണം. അല്ല, ആരെങ്കിലും കണ്ടവരുണ്ടോ ഇത് കിടക്കുന്ന ചിന്തിച്ച് കിടക്കുന്നവരുണ്ടോ? അത് അറിയത്തില്ല, നമ്മൾ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വെച്ചാൽ ഞാൻ അവസാനം സംസാരിക്കുന്ന അമ്മയോട്, അതായത് നമ്മുടെ KPMSന്റെ ഔട്ടാവശ്യമായിട്ട് ബന്ധപ്പെട്ട് പതാരത്ത് നമ്മുടെ ഒരു നടക്കുന്ന ആ വേദിയിൽ. അപ്പം ഞാൻ രാത്രി 2 മണി 2:30 ആയപ്പോൾ ഇങ്ങോട്ട് വരുക. വന്ന അന്നേരം നോക്കുമ്പോൾ കാണാം അവരുടെ അമ്മയും മോനും അകത്ത് നെയ്യത്. അത് കഴിഞ്ഞ് മറ്റേ ചെറുക്കനും മാൻ്റെ തൊട്ടപ്പുറത്തൊരു പയ്യനും കൂടെ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ ഒരു വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. എനിക്കങ്ങ് വല്ലാത്ത വിഷമമായി. പക്ഷെ അവിടെ പോയിട്ട് വഴക്കുണ്ടായിട്ടൊന്നും നമുക്ക് അനുഭവം വന്നിട്ടില്ല അയലത്തെന്നുള്ള രീതിയിൽ. ഈ അമ്മയും മോനും ഭയങ്കര സ്നേഹത്തിലായിരുന്നോ? അമ്മയും മോനും നല്ല സ്നേഹത്തിലായിരുന്നു. ഇവരെപ്പോഴായിരിക്കും ഇവിടുന്ന് പോകുന്നപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് പോയപ്പോൾ ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയി കാണും. വെളുപ്പം കാലത്ത്. അപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞ് അവിടെ തുണി വാരിയിട്ട്, ഞാൻ എന്നിട്ട് ചോദിച്ചു, അത് പറഞ്ഞു രതീഷ് അവിടെ തുണിയൊക്കെ വാരിയിട്ട് കത്തിക്കുന്നുണ്ടത്. ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവസാനം 2 മണി 2:30 ആ സമയത്ത്. അപ്പൊ അതിനു മുമ്പ് ചാടാൻ പോയായിരുന്നു. ഇവർ ചാടാൻ പോയിട്ട് അങ്ങനെ വിളിച്ചോണ്ട് വന്ന് അല്ല മോനെ അങ്ങനെ തലടക്ക അമ്പലത്തിന്റെ കണ്ട് പോയി. പിന്നെ അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാം പോയി വിളിച്ചോണ്ട് വന്നത്. അപ്പൊ ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ടിക്കോ എന്നുള്ള കാര്യം അറിയുന്നില്ല. പുള്ളി മാനസികമായിട്ട് തകർന്നു നിൽക്കുവായിരുന്നു. അല്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ചോദിക്കുന്നത്, പുള്ളി ഇങ്ങനെ തകർന്നു നിൽക്കുന്ന കാര്യമൊക്കെ നാട്ടുകാർക്ക് അറിയാമോ? നാട്ടുകാർക്ക് പൊതുവെ അറിയത്തില്ലായിരുന്നു. പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, വൈഫ് ഇവിടെ ആയിരുന്നു, പുള്ളി മറ്റൊരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിൽ അടുത്തുണ്ടെങ്കിലല്ലേ പ്രശ്നങ്ങളൊരു വർഷമാകും. ഇവിടെ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ അറിയാൻ തുടങ്ങിയത്. പുള്ളി ഇവിടെ വന്ന് രാത്രി വന്നിട്ട് സ്റ്റേഷനിൽ പോകണം, ഭാര്യ ഇവിടെ ഇല്ല, ഭാര്യ ഓണമായിട്ട് വേറെ ഇവിടെ വീട്ടിൽ പോയി നിൽക്കുക. അവരും എന്തോ ഫാമിലി പ്രശ്നമായൊക്കെ താങ്ങാൻ പറ്റിയില്ല. അമിതമായി ഭാര്യയെ സ്നേഹിച്ചു പോയി. അമിതമായി സ്നേഹിച്ചു, തിരിച്ചു കൊടുത്തില്ല. അതാണ് സംഭവിച്ചതെന്നാണ് പൊതുവെ നാട്ടുകാരും പറയുന്നത്, ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ പൊതുവെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ അവരുടെ ഒരു ഫാമിലി മാറ്ററെ പറ്റി നമുക്ക് അറിയത്തില്ല. അവന് എപ്പോഴും സൈലന്റ് ആണ് അവിടെ. ആ വീടെന്ന് വെച്ചാൽ സൈലന്റാ. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി ആത്മഹത്യ ഉണ്ട്? അത് ഈ പുള്ളി ആത്മഹത്യ ചെയ്യാനായിട്ട് ഫസ്റ്റ് ദിവസം പോയപ്പോൾ കണക്ക് സ്റ്റേഷനിൽ പോകാൻ ഭാര്യയെ കാണാനില്ല. ഭാര്യ പുള്ളി തിരക്കിണൊക്കെ എവിടെയാണെന്നും അറിയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ ഓട്ടോറിക്ഷയുള്ള വീടാണ്. അവിടെ ഓട്ടോറിക്ഷ വിളിക്കാനായിട്ട് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വരെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാനും ഓണമായിട്ട് സ്വല്പം സ്മോൾ കഴിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആ പോയ പോക്ക് പുള്ളി നല്ല ചുരുക്കൂടെ വന്നാൾ പുള്ളി നേരെ പോയി റെയിൽവേ പാളത്തിലാണ് പോയത്. അടുത്തുള്ളൊരു ചേച്ചി അന്നേരം ഇപ്പോൾ പെണ്ണുപിള്ള വിളിച്ചു. പെണ്ണുപിള്ള വിളിച്ചിട്ട് ശ്യാമൻ നാപ്പാടെ തകർന്നിരിക്കുക, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി വന്നില്ല. വന്നൊന്ന് മാന്യമായി സംസാരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ഇവർ രണ്ടുകൂടെ ഒരുമിച്ചെടുത്ത് തീരുമാനമായിരിക്കാം. അത് അവിടെ എന്നിട്ട് പുള്ളി അമ്മയെ വിളിച്ചിട്ട് അമ്മ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മോനെ നീ എന്നെ ഇട്ടിട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞ് അങ്ങനെ മക്കളും എല്ലാം പോയി പുള്ളിയെ പിടിച്ചോണ്ട് വന്നു. പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ രാത്രിയിൽ ഇവർ തമ്മിൽ സംസാരിച്ച് അമ്മയും മോനോട് തീരുമാനിച്ചതിന് ശേഷം ഇവരൊരു തീരുമാനം സ്പോട്ടിൽ പോയിട്ടായിരിക്കും മകൻ പറഞ്ഞു നമ്മൾ ചാടാൻ പോകുന്നു. അതായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ മുഖത്ത് ആ ഒരു ഇത് കാണുന്നില്ല. അവസാനം സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു ഇത് നമ്മൾ കാണുന്നില്ല നമ്മുടെ മുഖത്ത്. എന്നുവെച്ചാൽ ചിരിച്ചോണ്ട കാര്യം പറഞ്ഞോണ്ട് അമ്മ പറയാൻ നിർബന്ധിച്ച് മകന്റെ നിർബന്ധം കൊണ്ട് അമ്മ ചാടിയതായിരിക്കാമോ? അങ്ങനെ ആയിരിക്കാം. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. അവർ തമ്മിൽ എന്ത് സംഭവിച്ചു, എന്ത് നടന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇത്ര ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്ന 2-3 ദിവസം മുന്നേ ഞാനും അറിയുന്നത്. കാര്യം നമ്മൾ അറിയുന്നില്ല. കാര്യം പുള്ളി വേറൊരു സ്ഥലത്ത്, വൈഫ് ഇവിടെ. എന്നിട്ട് ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകും നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ പുള്ളി യാതൊരു വിധത്തിലും ഈ അമ്മയാകട്ടെ മകനാകട്ടെ ഇവരെ മോശക്കാരിയായിട്ട് വെളിയിൽ പറഞ്ഞിട്ടുമില്ല, സംസാരിപ്പിച്ചിട്ടുമില്ല. യാതൊന്നും അവരെക്കുറിച്ചൊരു വാക്ക്
കുറ്റുവാക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. കുറ്റുവാക്ക് പോലും പറഞ്ഞു. ഇത് നിമിഷം പറയാം, ഈ മരിക്കുന്നതിന് മുമ്പ് വരെ പറഞ്ഞു. ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് പോലും. അതെ, പുള്ളിയുടെ ഒരു സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ പോയെന്ന് എൻ്റെ ഒരു ഇത് ഞാൻ പറയത്തുള്ളൂ. അത് വന്നവർ അവർ ബന്ധുക്കള് പറഞ്ഞതിലാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടെന്നുള്ള കാര്യം. ബന്ധുക്കൾ വന്ന് പറയുമ്പോഴാണ് നമ്മൾ ബോഡിയെ കാണിക്കാൻ നേരത്തെ നിങ്ങൾ നാട്ടുകാരൊക്കെ ഇടപെട്ടായിരുന്നു, കാണിക്കേണ്ടെന്നൊക്കെ നിലപാടായിരുന്നു. ഇല്ല, കാണിക്കൊക്കെ ചെയ്തല്ലോ. ബോഡി കാണാൻ പറ്റത്തില്ല, എല്ലാം മൂടി കെട്ടിക്കല്ലേ കൊണ്ടുവന്നേ. രണ്ട് തുന്നി കെട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ആർക്കും കാണാൻ പറ്റാത്തൊരു അവസ്ഥയല്ല ബോഡി എത്തിച്ചത് ഇവിടെ. ആ ചേച്ചി അവിടെ വെളിയിൽ നിന്ന് വന്നത് കാണുന്നുണ്ട്, ആരും കാണണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. വൈഫ് അവിടെ നിന്ന് കാണുന്നത്. നിങ്ങൾക്കൊക്കെ അടുത്തുള്ള അയൽവാസികളില്ലേ അല്ലേ? വല്ലാത്ത ഞെട്ടലായി പോയി അല്ലേ അമ്മയും മോന്റെ? ഞങ്ങൾക്ക് ഇത്ര വീടുമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും ഞങ്ങള് മിണ്ടിയും പറഞ്ഞില്ല. അവര് വിഷമങ്ങൾ പരസ്പരം അമ്മയും മോനോട് പോയി തീരുമാനിക്കും. ഇനിയിപ്പോ മോൻ ജീവിച്ചിരുന്നാലും അല്ല അമ്മ ഒറ്റപ്പെടുന്നുള്ള വിഷമം കൊണ്ടായിരിക്കും. പക്ഷെ ഉത്തരാടത്തിന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. ഒരുപാട് മരണം നടന്നു, ഈ വർഷം ഇത്രയും മരണം നടന്നിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞു അമ്മ തന്നെ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു സഞ്ചാരത്തിന് മുമ്പേ പറഞ്ഞു ഒത്തിരി മരണം നടന്ന കാര്യം ഞങ്ങൾ ഒത്തിരി ഉത്രാടത്തിന്റെ രാവിലെ ഞാൻ അങ്ങോട്ട് സഞ്ചാരത്തിന് പോകണം, അമ്പലത്തിനും പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം കാര്യം പറഞ്ഞു. പണ്ടത്തെ ബന്ധവും സ്നേഹവും ഒന്നും ഇപ്പോഴില്ല. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തൊരു എന്തായാലും പുള്ളിക്കാരൻ അയാൾ മരിക്കുന്നത് അയാൾ തീരുമാനിച്ചു. ഈ അമ്മയെ ഒറ്റപ്പെടുത്തേണ്ട ഇവിടെ തന്നെ ആക്കേണ്ട വെച്ചിട്ടായിരിക്കും പുള്ളി കൊണ്ടുപോയത്. രണ്ടുപേരും കുടുംബാമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാ പോയെ. അങ്ങനെ അന്ന് ഉത്തരാടത്തിന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിക്കുകയും ചെയ്തു. പിന്നെ അല്ല ഇവിടൊക്കെ ചാടാ ഒത്തിരി ദൂരത്ത് പോയി ചാടാനുള്ള വരുന്നതായിരിക്കും. ഒരുപാട് ദൂരം ഓച്ചറാ ഇവിടുന്ന് ദൂരം പോകണം. അങ്ങനെ നല്ല സ്നേഹത്തെ അന്ന് ഉത്തരാടത്തിന്റെ തന്നെ അടുത്ത് ഒത്തിരി നേരം സംസാരിച്ചു. ദൂരത്ത് ആരും അറിയണ്ട വെച്ചിട്ടായിരിക്കും. ഞാൻ ഉച്ചയ്ക്ക് അവിട്ടത്തിന്റെ ഞെട്ടിപ്പോയി അറിഞ്ഞപ്പോ. ഇനി ഒരു വിധത്തിൽ രക്ഷപ്പെടരുത്, ആരും രക്ഷപ്പെടുത്തിരുന്നുള്ള രീതിയിലായിരിക്കും ദൂരത്ത് പോയത്. പിന്നെ അതിന് ഒരു അടുത്ത സ്ഥലത്താണ് തലാണക്കാവെന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഇവിടൊക്കെ ആളുകളെ രക്ഷിക്കുമല്ലോ. അവിടെ ആകുമ്പോ ആൾക്കാർ തോനെയില്ല. മരണം ഉറപ്പിച്ചു പോയതാ. തിരിച്ചു വരരുത്, അന്നേരം രക്ഷിക്കരുതെന്ന് വിചാരിച്ചായിരിക്കും അവിടെ പോയത്. ആളും പേരും കാണാതിരിക്കും നടന്നു. ഫാമിലി വിഷയം തന്നെയാണ് ജീവിതം നശിപ്പിച്ചത്. പക്ഷെ നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ലേ ഞങ്ങൾ ഇവിടെ കയറുക, അല്ലെ മരുമോളിങ്ങനെ ഞങ്ങൾ അങ്ങനെയൊന്നും നമ്മള് ഒരു സംസാരിച്ചും കേട്ടിട്ടില്ല. അവിടെ ഒച്ചത്തെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവിടെ അടുത്തല്ലേ. കക്ഷി സാമ്പത്തികമായിട്ട് ശാലം തകർന്നു നിൽക്കുന്ന ഭാര്യ ഭർത്താവ് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഭാര്യ ഭർത്താവായിട്ട് ഇവിടെ ജീവിച്ചിരുന്നത്. പിന്നെ ഇവിടെ 1.5-2 വർഷത്തോളമായി കക്ഷി ഇവിടുന്ന് പോയിട്ട് അവിടെ കണ്ട ചെന്നൈയിലോ എറണാകുളത്ത് കണ്ടൊരു മെക്കാനിക്കലാണല്ലോ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നെന്ന് തന്നെ ഞാൻ അറിഞ്ഞില്ല. നമ്മൾ കാണുമ്പോഴെല്ലാം അയ്യോബോബിയാ, പക്ഷെ മനസ്സിൽ ഇപ്പൊ എന്തോ നമുക്കറിയത്തില്ല. ഈ പയ്യനെന്ന് പറഞ്ഞാൽ അവർ അമ്മ സ്നേഹിച്ച് കിട്ടിയതാ. എൻ്റെ തൊട്ടുമുറ്റത്തു നിന്നാണ് കിട്ടിയത്. അതായത് ഞങ്ങൾ അവിടെ ഒരു 7 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് 3ാമത്തെ പെണ്ണിൻ്റെ മോളായത് ഈ ശ്യാമ് കെട്ടിയത് വീട്ടിലെ. ഇപ്പൊ പനകെ കുടുംബം എന്ന് പറയും. ആ കുടുംബം ഇപ്പം ആരുമില്ല, താമസമില്ലാതെ പഴയ കുടുംബം. ഞാൻ പറഞ്ഞില്ലേ 4 കെട്ടാന്ന്. പക്ഷെ അയാൾക്ക് അത്രയും മനസ്സിനകത്ത് വിഷമിപ്പിച്ച സംഭവം ഉണ്ട്. ഓ അതെന്തരുമായിരിക്കും, അത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം നമുക്കറിയാൻ പറ്റുമോ? അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാട് ഞെട്ടിപ്പോയി. നാട് ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാല് ഇത് ആള് പോകുമ്പോ ആരടുത്ത് ഇച്ചിപ്പോന്ന് പറയത്തില്ല. ഒരു അയ്യോഭാവിയാ, മിണ്ടത്ത് പോലും ഇല്ല. പിന്നെ നമ്മൾ അറിയുന്നത് എങ്ങനെയാ? പിന്നെ ഒരു മോനും ഒരു മോളും ഉണ്ട് പഠിക്കുന്നത്. അത്ര മാത്രം നമുക്കറിയാം. പിന്നെന്ന് പറഞ്ഞാൽ നല്ല പഠിത്തമുള്ള പിള്ളേര്. ഈ കൊച്ചിനും വിദ്യാഭ്യാസമൊക്കെ ഉള്ളായിരുന്നു നേരത്തെ. ഇപ്പം എന്തോ അറിയത്തില്ല. പിന്നെ ഈ പുള്ളി ശ്യാമെന്ന് പറഞ്ഞ പുള്ളിക്കാരന് എൻ്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത്ര മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഈ അയൽക്കാർക്ക് ആർക്കും ഒന്നും പറയാനില്ല. നല്ലൊരു മനുഷ്യൻ. അവിടെ എന്ത് നടക്കുന്നു എന്നൊന്നും നമുക്കൊന്നും പറയാനൊക്കെ ഒരു അവസ്ഥയായിപ്പോയി. ഈ മരണം നടന്ന അന്ന് തന്നെ ഞങ്ങളെല്ലാം അറിഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ എന്നുള്ള കാര്യം. ഈ മരണം തന്നെ ആരോടെങ്കിലും ഇവർ അമ്മയും മോനും ആത്മഹത്യ പോകുന്ന കാര്യം ആരോടെങ്കിലും സൂചന വല്ലതും കൊടുത്തിട്ടുണ്ടാവുമോ? അതിൻ്റെ തലേന്ന് പയ്യൻ ഈ ശ്യാമെന്ന് പറഞ്ഞ കക്ഷി നമ്മുടെ തലേനക്കാവൻ്റെ അവിടെ ചെന്ന് പാളത്തെ കെട്ടിപ്പിടിച്ച് ശ്രമിച്ചു വന്നിട്ട് പിന്നെ തിരുവോണത്തിൻ്റെ നെല്ല് 2 പേരുടെ ഓച്ചറ പോകാമെന്നും പറഞ്ഞ് പോയതാ. എല്ലാവരും വിചാരിച്ച് അമ്പലത്തിൽ പോയെന്ന് വിചാരിച്ചു. ഓച്ചറ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞാൽ അറിയപ്പെടുന്നവർക്ക് എല്ലാം പറഞ്ഞത്. പക്ഷെ ആ തീരുമാനം എടുത്ത് പോയതാ. 2 പേരുടെ തീരുമാനം എടുത്തു. അപ്പം അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയാൻ മോനും അമ്മയും ഒരു മനസ്സാന്നുള്ളത്. പോകുമ്പോൾ 2 പേരുടെ കൂടെ പോകണം എന്നുള്ള ഒരു തീരുമാനം എവരെ